പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഹൈ റേഞ്ചിൽ നമ്മുടെ ആ കൊച്ചു പെൺകുട്ടി നീന്ത് പഠിച്ചതെങ്ങനെയാണ്? വർഷങ്ങളായി മനസ്സിൽ താലോലിച്ചു കൊണ്ടിരുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ അവസരമൊത്തു വന്നപ്പോൾ ആ കുട്ടി ആ ആ പുഴയുടെ അരികത്ത് ചെന്ന് നീന്താൻ ആരംഭിക്കുമ്പോൾ, അയ്യോ, ഇതൊരു വലിയ പുഴയാണ്, വലിയ ആഴമുള്ള പുഴയാണ്, ഇവിടെ ഞാൻ നീന്തിയാൽ എന്തെങ്കിലും സംഭവിച്ചാലോ മരിച്ചു പോയാലോ എന്ന് ആ കുട്ടി ഭയന്നിരുന്നെങ്കിൽ ആ കുട്ടിക്ക് നീന്താൻ കഴിയുമായിരുന്നോ? നീന്ത പഠിക്കാൻ കഴിയുമായിരുന്നോ? അതാണ് പ്രധാന പ്രശ്നം. ഭയന്നു പോയാൽ നമുക്ക് ഈ ലോകത്ത് യാതൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഭയക്കുന്ന ഒരു മനുഷ്യനും ഇവിടെ വിജയസാധ്യതയില്ല. അങ്ങനെ വിജയസാധ്യതയില്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്, നമ്മുടെ ഈ ഭൂമുഖത്തുണ്ട്. അതുകൊണ്ട് ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഭയത്തെ ഇല്ലാതാക്കുക. ഭയമില്ലാത്തവർക്ക് മാത്രമേ വിജയം കൈവരിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് കൂട്ടുകാരെല്ലാം കേട്ടിട്ടുണ്ടാകുമല്ലോ. മഹാത്മാഗാന്ധിജി എന്ന് പറയുന്ന ആ മഹാമനുഷ്യനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന മനുഷ്യൻ. എങ്ങനെയാണ് ആ മനുഷ്യൻ സ്വാതന്ത്ര്യം നേടിയത്? ഏതാണ്ട് 90 വർഷത്തോളം കാലം ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ അവരെയെല്ലാം കൊന്നൊടുക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മഹാത്മാഗാന്ധിജി എന്തുകൊണ്ട് ബ്രിട്ടീഷുകാർ കൊന്നില്ല? എന്തുകൊണ്ട് മഹാത്മാഗാന്ധിജിയെ ബ്രിട്ടീഷുകാർ ഭയപ്പെട്ടു? മഹാത്മാഗാന്ധിജി പക്ഷേ വളരെ വ്യത്യസ്തമായൊരു സമരമാണ് കാഴ്ചവെച്ചത്. ആയുധമെടുക്കാതെ, അക്രമമില്ലാതെ, അഹിംസാ സമരം. എന്നിട്ടും തോക്കുധാരികളായ ബ്രിട്ടീഷ് പട്ടാളക്കാരെ എന്തുകൊണ്ട് മഹാത്മാഗാന്ധിജിയെ ഭയപ്പെട്ടു? മഹാത്മാഗാന്ധിജി എന്തുകൊണ്ട് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കുന്നതെന്ന് വിജയിച്ചു? അതിനുത്തരം ഒന്ന് മാത്രം: അദ്ദേഹത്തിൻ്റെ വിൽ പവർ, അതായത് ഇച്ഛാശക്തി. ആ ഇച്ഛാശക്തി എങ്ങനെ നേടിയെടുക്കാം, എങ്ങനെ നമുക്ക് ഉന്നതമായ പദവികളിലെത്താം, ഉന്നത വിജയം നേടാം എന്നതിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡുകളിൽ ഞാൻ നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതാണ്. ഗുഡ് ബൈ.